വരുമല്ലോ അല്ലേ? വരാം. മഹാനന്ദിയുമായിട്ട് നിങ്ങൾക്ക് അഫയർ ഉണ്ടെന്നും മാത്രമല്ല നക്സലൈറ്റ്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും നാട്ടുകാരൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാൻ സ്റ്റുഡിയോയിലേക്ക് വരാൻ പോവല്ലേ, അവിടെ വന്നെല്ലാം പറയാം. ഇപ്പൊ ഞങ്ങളുടെ ഈ സ്പെഷ്യൽറ്റി ആസ്വദിക്കാം. താങ്ക് യു. ഹലോ TV, അന്ന് നീ ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ പേടി കാരണം അങ്ങ് മാറിയതാ. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് ഭ്രാന്തമായ സ്നേഹം. വീട്ടിൽ പോയി മലന്ന് കിടന്ന് മേളിൽ നോക്കിയ ഫാനല്ല താനാ, എന്നാ കമന്ന് കിടന്നാലോ തറയിലും താൻ. ഓക്കെ നിന്റെ ഉള്ളിൽ ഫീലിംഗ്സ് ഉണ്ടാവാൻ കാരണം ഞാനല്ലേ, അതുകൊണ്ട് ആ ഫീലിംഗ്സ് ഇല്ലാതാക്കേണ്ട കാര്യം ഞാൻ ഏറ്റു. അതാണ് ശരി. ദാ ഈ കപ്പ് പിടിക്ക്, ഈ കപ്പിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കെ എന്നോടുള്ള ഫീലിംഗ്സ് ഒക്കെ മാറും. ബൈ. ഇവിടെ നിന്നാ കപ്പിന്റെ കൈ തന്നത്, കപ്പിന്റെ സൈസും ചെറുത്. ഓഹോ, നമസ്കാരം കമ്മീഷണർ. മണി സാറേ, സുഖം തന്നെ. കുട്ടികളെ പോലെ എന്തൊക്കെ കുത്തി വരച്ചോണ്ടിരിക്കണേ. ഗോ. അല്ല, ആ സത്യത്തെ കൊല്ലാണ്ട് എന്താ വിട്ടുകളഞ്ഞേ? ആ പെണ്ണിനെ മരണത്തുനിന്ന് രക്ഷപ്പെടുത്തിയത് അവനല്ലേ? അവളെ നിങ്ങളെ കൈകൊണ്ട് കൊല്ലാതിരിക്കാനാ ഞാൻ നോക്കുന്നത്. നക്സലൈറ്റ്സിന്റെ വെടിയുണ്ടകൾക്ക് ആ പെണ്ണ് ഇരയാകും. നക്സലൈറ്റ്സ് ആ പെണ്ണിനെ കൊല്ലാനുള്ള കാരണം എന്താ? അതിന് വലിയ കാരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. അതിനൊരു ലക്ഷ്യമുണ്ടായാൽ മതി. അവന്മാരെ ഒന്ന് കത്തിച്ചു വിട്ട ആരെ വേണമെങ്കിലും കൊല്ലും. അതെങ്ങനെ? ഞാൻ പറയാം. കിഷോർ, ഇവനാ ബ്ലാക്ക് ഷീപ്പ്. സാറേ എന്നെ എന്തിനാ അങ്ങനെ പറയുന്നത്? കോമ്രേഡ് സത്യൻ പ്രേമിക്കാൻ തുടങ്ങിയ കാര്യം നീ തന്നെ അറിയാതെ നീ കോമ്രേഡ്സിനോട് പോയി പറഞ്ഞു. ഹലോ, കോമ്രേഡ് ആണ് സംസാരിക്കുന്നത്. നമ്മുടെ സത്യൻ സംഘടനയ്ക്ക് ദ്രോഹം ചെയ്ത് ആ ഹോട്ടൽ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് ദുബായിലേക്ക് നാടുവിടുമെന്നാ ഞാൻ കേട്ടത്. ശരി കോമ്രേഡ്. നമ്മളെ ഒരിക്കലും അംഗീകരിക്കാത്ത കോമ്രേഡ് സത്യം ആ ഹോട്ടലുകാരി പെണ്ണിന്റെ പിന്നാലെയാണ്. നമ്മളെല്ലാവരും ഒളിച്ചിരിക്കുന്ന സ്ഥലം പോലീസിന് ഇൻഫോം ചെയ്ത് അപ്രൂവറായിട്ട് മാറാൻ പോകുന്നെന്നും കേട്ടു. നമ്മുടെ കോമ്രേഡ് സത്യനാണ് അങ്ങനെ പറഞ്ഞതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്ത്രീകൾ കാരണം ദേശം തന്നെ നഷ്ടപ്പെട്ട കുറെ പേരുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു പെണ്ണിന്റെ വലയിൽ വീണതിന് ശേഷം പോരാട്ടത്തിന് എന്ത് പ്രസക്തി? ജീവൻ പോലും കളയും. പോലീസിന്റെ സഹായത്തോടെ ആ പെണ്ണുമായി ദുബായിലേക്ക് ഒളിച്ചോടി പോകുമെന്നല്ലേ നീ പറഞ്ഞത്? അറിയാതെ പറഞ്ഞു പോയി ക്ഷമിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞ് നിനക്ക് ആ തെറ്റ് തിരുത്താം. നിങ്ങൾ ലെജൻഡ് ആണല്ലോ കമ്മീഷണറെ. ഇത് മതി. ആ പെണ്ണിന്റെ മരണകാരണം നക്സലൈറ്റ്സ് ആണെന്ന് ലോകം മുഴുവൻ വിശ്വസിക്കാൻ. സത്യൻ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യം ഇയാളേറ്റാ മതി, ബാക്കി ഞാൻ ഏറ്റു. ആ ഹോട്ടൽ പെണ്ണ് ജീവിക്കാൻ അർഹയല്ല. ആ പെണ്ണിനെ കൊന്നുകളയാമോ കോമ്രേഡ്? അതെ, ആ പെണ്ണിനെ കൊല്ലണം. അവളെ ഒരാളെ വെറുതെ വിടരുത്. ആരും ശബ്ദം ഉണ്ടാക്കരുത്. നിങ്ങളുടെ സഖാവിനെ മയക്കി സംഘടനയ്ക്ക് ദ്രോഹം ചെയ്യാൻ പ്രേരിപ്പിച്ചല്ലേടി? അതുകൊണ്ട് നിന്നെ അവനെയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞ ഞങ്ങളുടെ നേതാവ്. ഞങ്ങളുടെ ജീവൻ നൽകി ഇവളെ ഞങ്ങൾ സംരക്ഷിക്കും. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തടാ? വിപ്ലവത്തോട് എനിക്ക് കുറച്ച് ഗൗരവം ഉണ്ടായിരുന്നു. വിപ്ലവക്കാർ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും, അല്ലാതെ പാവങ്ങൾ ഇങ്ങനെ കൊന്നൊടുക്കില്ല. നിങ്ങളുടെ നേതാവിനോട് ഞാൻ വന്ന് സംസാരിക്കാം. വാ. മിസ്റ്റർ സത്യൻ, കമ്മീഷണർ നിങ്ങളെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. വിരട്ടി ചേസ് ചെയ്ത് എന്തിനാ വെറുതെ സമയം കളയുന്നത്? കം ഓൺ, ഷൂട്ട് മീ. എൻകൗണ്ടർ ചെയ്തു എന്ന് പറയൂ. ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വന്നു എന്നും സ്വയം രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്നെ വെടിവെച്ച് വീഴ്ത്തിയെന്നും ടിവിയിലും പത്രത്തിലും അറിയിച്ചു. എന്തിനു വേണ്ടിയാ വന്നതെന്ന് ആ പെണ്ണിനോട് പറയുന്നത് ഞാൻ കേട്ടു. മിസ്റ്റർ കമ്മീഷണർ, കാശിന് വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. കെടാൻ പോകുന്ന വിളക്ക് ആളി കത്തുന്നു പറയും. ഇവനും അതുപോലെ ഒരുപാട് സംസാരിക്കുന്നല്ലോ. ഞാൻ മരിച്ചാലും വിപ്ലവം മരിക്കില്ല. എവിടെ നിന്നുണ്ടായതാടാ നിന്റെ ഈ വിപ്ലവം? നിന്നെ പോലത്തെ ഓഫീസേഴ്സ് അധികാരത്തെ ദുഷ്പ്രയോഗം ചെയ്ത് ജനങ്ങളുടെ ധനം, മാനം, ജീവൻ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനിക്കുന്നതാണ് വിപ്ലവം.
നിന്നെ കൊന്ന് നിന്റെ വിപ്ലവം ഇല്ലാതാക്കും ഞാൻ. വിപ്ലവം വിജയിക്കട്ടെ. ലാൽ സലാം. കമ്മീഷണർ കോംറേഡ് സത്യത്തെ എൻകൗണ്ടർ ചെയ്തു. വാട്ട്? കൊന്നുകളഞ്ഞല്ലോ സർ. ആ പാവത്തിനെ കൊന്നുകളഞ്ഞല്ലോ സർ. സഹായം എന്ന് ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു ചെറിയ സഹായമാണെങ്കിൽ പോലും തന്റെ ജീവൻ പണയം വെച്ച് ചെയ്തു തീർക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു സിംഹമായിരുന്നു സർ. അദ്ദേഹത്തെ എതിർക്കാൻ ത്രാണിയില്ലാതെ ഭീരുക്കളപ്പലെ വെടിവെച്ച് കൊന്നുകളഞ്ഞില്ലേ സർ. DCP, നിങ്ങൾ എന്താ സംസാരിക്കുന്നതെന്ന്? സത്യം. അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? കാശല്ലേ? എന്താ ശമ്പളം തികയുന്നില്ലേ? വല്ലവനും വന്ന് 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെയും കുട്ടിയെയും തീരെഴുതി കൊടുക്കുകയാണ്. ഒരു സുപ്പീരിയറിനോട് അതിര് കടന്ന് സംസാരിക്കുന്നു നീ. പോലീസ് എന്ന് വെച്ചാൽ ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. ഒരു പാവം അറിയാത്തവരെ കൊന്നു കോടികൾ ഉണ്ടാക്കുന്നവരല്ല. നീ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയാൽ നിന്നെ ഇപ്പൊ തന്നെ സസ്പെൻഡ് ചെയ്യും ഞാൻ. താൻ ആരോടോ എന്നെ സസ്പെൻഡ് ചെയ്യാൻ? ഇതാ ഞാൻ തന്നെ റിസൈൻ ചെയ്തിരിക്കുക. I say get out. ഞാനൊരു ദുഷ്ടനോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. നീ അദ്ദേഹത്തെ മാത്രമേ കൊന്നുള്ളൂ, ആശയങ്ങളെ അല്ല. ജീവിച്ചിരുന്നാൽ അദ്ദേഹം എന്ത് ചെയ്തിരിക്കും അതിന് ഞാൻ ചെയ്യും. കോമ്രേഡ് സത്യത്തിന്റെ ലക്ഷ്യങ്ങളും സിദ്ധാന്തങ്ങളും ആ ഹോട്ടൽ പെണ്ണ് മുംതാജ് ഈ ഡയറി കൊടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ജനങ്ങളുടെ അടുത്ത് വന്ന് അവരോട് ഇടപഴകി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞു പോരാടിയ അദ്ദേഹത്തിന്റെ ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിതലരിച്ചു പോയ ഈ സമൂഹത്തിനെയും സിസ്റ്റത്തിലുള്ള മിസ്റ്റേക്കിനെല്ലാം ശരി ചെയ്യാനും കോമ്രേഡ് സത്യത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ജനങ്ങളോട് ചേർന്ന് പോരാടാൻ ആഗ്രഹിച്ചാണ് ഞാനിവിടെ വന്നത്. അദ്ദേഹം തെളിച്ച വഴിയിൽ അദ്ദേഹത്തിന്റെ കാൽച്ചുവടുകളെ തുടർന്ന് ഇന്നു മുതൽ വിപ്ലവമാണ് എന്റെ ജീവിതമെന്ന് തീരുമാനിച്ചു. എന്റെ അവസാനത്തെ തുള്ളി രക്തമുള്ളതുവരെ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പോരാടും. കോംറേഡ് സത്യം ഞങ്ങളെക്കാൾ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ആ കോംറേഡിനെ നിങ്ങളുടെ പോലീസുകാർ അന്യായമായി എൻകൗണ്ടർ ചെയ്ത് കൊന്നിരിക്കുകയാണ്. ആ മണിയുടെ ആളുകൾ ഹോട്ടൽ പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തപ്പോൾ ആ കുട്ടിയെ ഞങ്ങളാണ് രക്ഷപ്പെടുത്തിയത്. ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകണം. സത്യം എന്നുള്ള ഒരു വ്യക്തി 100 കോംറേഡ്സിന് സമമാണ്. ആ കോംറേഡിന്റെ നഷ്ടം തീരാ നഷ്ടമാണ്. ഇന്നു മുതൽ കോംറേഡ് രാജു നമ്മളിൽ ഒരാളാണ്. ലാൽ സലാം, 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 ലാൽ ആ സലാം. ACP ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാ. അവൻ സാധാരണക്കാരനല്ല. ജോബ് റിസൈൻ ചെയ്തിട്ട് നെക്സലൈറ്റ്സിന്റെ കൂടെ പോയി ചേർന്നിരിക്കുക. ആ സത്യന്റെ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പോരാടാൻ പോയിരിക്കുകയാണത്ര. അവൻ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതാകും. ആഫ്റ്റർ ഓൾ ഒരു ACPയെ കണ്ട് പേടിക്കുന്ന എന്തിനാ? അവളെ ഇപ്പൊ നമ്മുടെ ആൾക്കാർ കൊന്നിട്ടുണ്ടാവും. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കോമ്രേഡ് സത്യനെ എൻകൗണ്ടർ ചെയ്തതിന് തനിക്കൊരു ഗിഫ്റ്റ്. കുത്തിക്കേറി ഞാൻ. വേണ്ട, കുത്തിക്കേറി ഞാൻ. കീറി. എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ പോലത്തെ സിൻസിയറിറ്റി ഉള്ള ഓഫീസേഴ്സ് ഇവിടെ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ നിന്നെ പോലത്തെ പുഴുക്കൾ ഇവിടെ ജീവിക്കാൻ പാടില്ല. എന്താടോ നെഗളിക്കുന്നത്? അത്രയും വലിയ കോമറുടെ സത്യം പോലും ഇന്നില്ല, പിന്നെയാണോ തീറ നീ? എന്താടാ?
രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് പാവം ജനങ്ങളുടെ ജീവിതം വേണ്ട, നശിപ്പിക്കുന്ന വേണ്ട, നിന്നെ വേണ്ട. പോലത്തവരെ എന്നെ ഒന്നും ഇല്ലാതാക്കാനാണടാ ഞാൻ ഇവിടെ എന്നെ ഒന്നും വന്നത്. ചെയ്യരുത്. നിന്നെ പോലത്തെ വേണ്ട, വൃത്തികെട്ട വേണ്ട. പന്നികൾ ഈ സമൂഹത്തിൽ ജീവിക്കാനേ പാടില്ല. വേണ്ട, എന്നെ ഒന്നും പ്രജകൾക്ക് ചെയ്യരുത്. വേണ്ടി ജീവിച്ച മഹാൻ കോമ്രേഡ് സത്യത്തിനെ കൊന്നുകളഞ്ഞല്ലോടാ. ഞാൻ ചെയ്യില്ല. കൊന്നുകളഞ്ഞല്ലോടാ. ഹാ! താങ്കളുടെ ലക്ഷ്യത്തിനു വേണ്ടിയും താങ്കൾ ആഗ്രഹിച്ച ഒരു സമൂഹത്തിനു വേണ്ടിയും താങ്കൾ ആഗ്രഹിച്ച രാഷ്ട്രീയ മാറ്റത്തിനു വേണ്ടിയും ജനങ്ങളോടിരുന്ന് പോരാടണമെന്ന ചിന്തയാണ് താങ്കൾ ഞങ്ങളിൽ വിതച്ചത്. അങ്ങയുടെ വാക്കനുസരിച്ച് ഞങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് ഞങ്ങൾ ഇതാ പ്രമാണം ചെയ്യുന്നു. കോമ്രേഡ് സത്യന്, ലാൽ സലാം. കോമ്രേഡ് സത്യന്, ലാൽ സലാം. കോമ്രേഡ് സത്യന്, ലാൽ സലാം. കോമ്രേഡ് സത്യന്. ലാൽ സലാം. For more updates, like, comment, subscribe to our channel.